വയസ്സിന് അപ്പോൾ തന്നെ സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. അതുപോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ, അതായത് കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ അതും അമിതവണ്ണം, പുകവലി, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സാണ്. പ്ലസ് നമുക്ക് ഹാർട്ടിൻ്റെ അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഇതാണ് മേജറായിട്ടുള്ള കാരണങ്ങൾ. ഇത് ഈ ഒരു അസുഖം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക അല്ലേ? മീൻസ് ഇപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഏറ്റവും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു പ്രോപ്പർ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സ്ട്രോക്കാണെന്ന് പറയാൻ പറ്റും. ലൈക്ക് അതിൽ സ്ട്രോക്ക് മിമിക്സ് ഉണ്ട്. അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ ഒത്തിരി കുറഞ്ഞു പോവുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ കൊണ്ട് തന്നെ ഇതുപോലത്തെ സിംറ്റംസ് വരാം. അതുപോലെ ഫിറ്റ്സ് ഉള്ള രോഗികളാണെങ്കിൽ ഫിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു വീക്ക്നെസ് വരാം. ടോട്സ് പാൽസി, പോസ്റ്റിക്ടൽ പാൽസി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം സ്ട്രോക്ക്, അതുപോലെ കൺവേർഷൻ ഡിസോർഡർ, മാനസികമായിട്ട് പ്രോബ്ലം ഉള്ളവർക്ക് ഒരു ഭാഗം തളർന്നു വരുന്ന, അതൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് നമ്മളൊരു എക്സാമിനേഷൻ കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും ഇത് സ്ട്രോക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ലൈക്ക് നമുക്ക് സ്ട്രോക്ക് 2 തരത്തിലുണ്ട്. ബ്ലീഡിംഗ് ഉണ്ട്, ഇൻഫാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണെന്ന് ആദ്യമേ ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഇമേജിംഗ് ആണ്, അതായത് സ്കാനാണ്. സ്കാനിൽ 2 തരം സ്കാൻ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്. CTയിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്, അധികം പൈസ ചിലവില്ല, മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിൽ തന്നെയുണ്ട്. അപ്പോൾ വേഗം എടുക്കാൻ പറ്റും, അതിന് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ CT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിംഗ് റൂൾ ഔട്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് CT എടുക്കുന്നത് നമ്മൾ ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ്. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്, സ്ട്രോക്ക് ആണെങ്കിൽ വ്യത്യാസമാണ്. പക്ഷേ സ്ട്രോക്ക് വരുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ 6 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പോൾ പുറകിൽ വരുന്ന ബ്രെയിൻ സ്റ്റെം സ്ട്രോക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണുന്നേ ഇല്ല. പക്ഷേ നമ്മൾ അതെല്ലാം ഇപ്പോൾ ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CT എടുത്തു. CT എടുത്തിട്ട് ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോ ചെയ്യും. CT ആൻജിയോ എന്ന് പറയും. രക്തക്കുഴലിൽ നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, മേജർ രക്തക്കുഴലിന് ചിലപ്പോൾ സ്റ്റിനോസിസ് വരാം. അപ്പോൾ അതാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്. അപ്പോൾ CT ആൻജിയോ എടുത്തു, നമുക്കൊരു ഐഡിയ കിട്ടി എത്ര മാത്രം മേജർ രക്തക്കുഴലിന് പ്രോബ്ലം ഉണ്ട്, ഇൻഫാക്റ്റ് ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു സ്കാനിങ് മെത്തേഡാണ് MRI. ഡെഫിനറ്റ്ലി സുപ്പീരിയർ ആണ്, പക്ഷേ കോസ്റ്റ്ലി ആണ്, എല്ലായിടത്തും അവൈലബിൾ അല്ല. ടൈമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയും ടൈം ഇസ് ബ്രെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഈ സ്ട്രോക്ക് വന്നിട്ട് രക്തോട്ടം കുറഞ്ഞു പോകുമ്പോൾ കോശങ്ങൾ ഓരോ മിനിറ്റിലും മില്യൺസ് ഓഫ് കോശങ്ങളാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ, അതായത് നമ്മൾ പറയുന്ന 4.5 മണിക്കൂറാണ് ടൈം. 4.5 മണിക്കൂറിനകത്ത് നമുക്ക് എന്താ പറയുക, ഈ രക്തോട്ടം പുനഃസ്ഥാപിക്കാമെങ്കിൽ, റീസ്റ്റോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറേ കോശങ്ങളെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ തൊലി പോയാൽ തൊലി റീജനറേറ്റ് ചെയ്യും. പക്ഷേ ബ്രെയിനിലെ കോശങ്ങൾ വൺസ് നശിച്ചു പോയാൽ അത് തിരിച്ചു വരില്ല. അതിനടുത്തുള്ള സെൽസാണ് അതിൻ്റെ ഫങ്ഷൻ എടുത്തിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബ്ലഡ് സപ്ലൈ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് MRI എടുക്കുമ്പോൾ അതിൻ്റെ ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അക്യൂട്ട് സ്ട്രോക്കിൽ MRI, അൺലെസ് നമുക്ക് ക്ലിനിക്കലി ഡിഫിക്കൽട്ടാണ് അത് പറയാൻ, സ്ട്രോക്ക് തന്നെയാണോ എന്ന് പറയാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് MRI ആ സമയത്ത് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ആ രക്തോട്ടം റീസ്റ്റോർ ചെയ്യാന്നുള്ള റീപെർഫ്യൂഷൻ. അതിന് ടൈം പീരീഡ് ഞാൻ പറഞ്ഞു, വിൻഡോ പീരീഡ് 4.5 മണിക്കൂറാണ്. അതായത് ഓൺസെറ്റ് ഓഫ് സ്ട്രോക്ക് തൊട്ട് 4.5 മണിക്കൂറിനകത്താണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. IV ത്രോംബോലൈസിസ് എന്ന് പറയും. അത് മിക്കവാറും ഇപ്പോൾ എല്ലായിടത്തും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അത് കൊടുത്താൽ ഒരു പരിധി വരെ ആ ക്ലോട്ട് അലിയിച്ച് കളയാൻ പറ്റും. രക്തോട്ടം ശരിയാവും, ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ചിലപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാം, ചിലപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉടനെ കിട്ടിയില്ലെങ്കിൽ പോലും 3 മാസത്തെ റിക്കവറി ഡെഫിനറ്റ്ലി കൊടുക്കാത്തവരിൽ നിന്നും ബെറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ റീപെർഫ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ മേജർ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ത്രോംബോലൈസിസ് ചെയ്തിട്ടും ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമി ചെയ്യാം. മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വയർ ഈ രക്തക്കുഴലിൽ കൂടി കയറ്റിയിട്ട് ആ ക്ലോട്ട് എടുത്തു കളയുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇത് നമുക്ക് റീപെർഫ്യൂഷൻ ആ 4.5 മണിക്കൂറിനകത്ത് വന്നിട്ടുള്ള രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. 4 മണിക്കൂർ ചിലപ്പോൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി മേ ബി 6 മണിക്കൂർ, ചിലപ്പോൾ 12 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടുമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് പിന്നെ സ്ട്രോക്ക് പ്രിവെൻഷനാണ്
പിന്നെയുള്ള ചികിത്സാ രീതി. ലൈക്ക് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നാൽ രണ്ടാമത്തെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ചികിത്സാ രീതി തന്നെ എത്രമാത്രം വലുതാണ് സ്ട്രോക്ക്, ഏത് ഭാഗത്താണ് എഫക്റ്റ് ചെയ്തതിന് അനുസരിച്ചിരിക്കും. അതായത് നമുക്കിപ്പം ചിലപ്പോൾ സ്വോളോയിങ് ഫങ്ഷൻ, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരാം, ബെഡ് റിഡൻ ആയിരിക്കും, കൈയൊന്നും ഒട്ടും അനക്കാൻ പറ്റാതെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ പ്രോപ്പർ നഴ്സിംഗ് കെയർ, പ്രോപ്പർ ഫിസിയോതെറാപ്പി ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്, പ്രത്യേകിച്ച് അക്യൂട്ട് ഫേസിൽ. പിന്നെ നമുക്ക് ഈ ബാക്കി ആൻസിലറി ട്രീറ്റ്മെൻറ്റ്, അതായത് നമുക്കിപ്പോൾ സ്ട്രോക്ക് വന്ന രോഗിയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരിക, മടക്കി കൊണ്ടുവരിക. അതായത് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി വരാൻ പറ്റുന്ന ഒരു അസുഖം. അപ്പോൾ അത് എത്ര വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഫിസിയോതെറാപ്പി വെച്ച് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി ഇതെല്ലാം കൂടി തുടക്കത്തിലേ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രധാനം. ഒരു സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത്, അതായത് ബലക്കുറവ്, സംസാരത്തിനുള്ള ഒരു കുഴച്ചിലും ഒക്കെ. അപ്പോൾ അത് റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ആവും എന്നാണോ? അതായത് പരിധിയുണ്ടോ ഇത്ര സമയത്ത്? പരിധി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു TIA എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ്ലി സ്വന്തമായി തന്നെ റിക്കവറി വരും. മേ ബി 5 മിനിറ്റ് എടുക്കുള്ളൂ, ചിലപ്പോൾ 24 മണിക്കൂറിനകത്ത് റിക്കവറി വരാം. അതല്ല, നമ്മളിപ്പോൾ ഇതുപോലെ ത്രോംബലൈസ് ചെയ്യുക, റീപെർഫ്യൂഷൻ, അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പെട്ടെന്ന്, ലൈക്ക് എത്രയോ വീക്ക്നെസ് ഉള്ളവർ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാതെ പറയാൻ പറ്റില്ല. പിന്നെ വൺസ് ആ ഇൻഫാക്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഏരിയസ്, അതായത് ഏത് ഭാഗത്താണ് ഇൻവോൾവ്മെൻറ്റ് വന്നേക്കുന്നതിനനുസരിച്ച്. ഇപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും. വലിയ ഇൻഫാക്ട് മേജർ രക്തക്കുഴലാണ്, മേജർ ഇപ്പോൾ കൈയുടെ കാലിൻ്റെ ഫങ്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന മേജർ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്കവറി അതുപോലെ ഡിലേഡ് ആവും. അതുപോലെ ബാക്കിയുള്ള സെൽസാണ് ഈ ഫങ്ഷൻസ് ഏറ്റെടുത്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ യങ്ങർ ഏജിൽ വരുവാണെങ്കിൽ അവർക്ക് റിക്കവറി കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ചുകൂടി പ്രായം കൂടിയ ആൾക്ക് ആ സെൽസും ഒക്കെ കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ റിക്കവറി പിന്നെയും ഡിലേഡ് ആവും. പിന്നെ നമ്മൾ എത്ര നന്നായി ഫിസിയോതെറാപ്പി ചെയ്യുന്നു, അതൊക്കെ എല്ലാം ഇതിൽ ഫാക്ടേഴ്സാണ്. പൊതുവേ പബ്ലിക് അവെയറാണ്, ഇങ്ങനത്തെ ഒരു അസുഖത്തിനെ പറ്റിയിട്ട് നല്ലൊരു അവെയർനെസ് ഉണ്ട്. പക്ഷെ എന്നാലും അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു ആൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുമോ, അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഒരു പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? മീൻസ് നമ്മൾ ആദ്യം ഇത് സ്ട്രോക്കാണ് എന്ന് വെച്ചാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. ഫാസ്റ്റ്, അതായത് പെട്ടെന്ന് ഇപ്പോൾ കുഴഞ്ഞു വീണു, ആൾക്ക് ഫേഷ്യൽ വീക്ക്നെസ് ഉണ്ടോ, കൈ പൊക്കാനോ ഏതെങ്കിലും ഭാഗം പൊക്കാനോ അല്ലെങ്കിൽ കൺട്രോളോ അങ്ങനെ എന്തെങ്കിലും സിംറ്റം സ്ട്രോക്കിൻ്റെ ആണെന്ന് തോന്നുവാണെങ്കിൽ നേരെ തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമോ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ലേ പീപ്പിളിൻ്റെ, കോമൺ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജും അത് തന്നെയാണ്. നമ്മൾ ഇത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ സ്ട്രോക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു വേദനയൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് കുഴപ്പമില്ല, അത് കൈ എന്തോ ചെറിയ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അങ്ങനെ കുറേ പേഷ്യൻസ് കാണാറുണ്ട്. ലൈക്ക് ചെറിയൊരു വീക്ക്നെസ് വന്നു, ഇമ്പ്രൂവ് ചെയ്തു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ നമുക്കിപ്പോൾ ചെറിയൊരു ബലക്കുറവോ എന്തോ ഒരു കോമൺ യൂഷ്വൽ അല്ലാത്ത ഒരു ഇത് കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടോ? എന്തെങ്കിലും ഞങ്ങൾ ജീവിതശൈലി എന്ന് പറഞ്ഞു, പക്ഷെ അതല്ലാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും മീൻസ് പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് 2-3 ഘട്ടങ്ങളുണ്ട്. അതായത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയും. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരാതെ നോക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം, വരാതെ നോക്കുക. അപ്പോൾ അതിന് നമ്മൾ ജീവിതശൈലി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സസൈസ്, റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക, അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കുക, സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. ഷുഗറോ ഹൈപ്പർ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയും. അപ്പോൾ ഇനി അഥവാ സ്ട്രോക്ക് വന്നു പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് രണ്ടാമത്തെ കാര്യം. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും, വൺസ് നമുക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇനി വരാതിരിക്കാനായിട്ട് മരുന്നുകൾ കൊടുക്കും. അപ്പം അത് ഒരു വിദഗ്ധ ഉപദേശം തേടിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത ഡബിളാണ്, വരാത്ത ആളെ അപേക്ഷിച്ച് ഡബിളാണ്. അപ്പോൾ നമ്മൾ ഇത് വരാതിരിക്കാൻ ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കണം. പ്ലസ് ഈ മരുന്ന്, വരാതിരിക്കാനുള്ള മരുന്ന് ലൈഫ് ലോങ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുകയും വേണം. ഇത് സാധാരണ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 1 വർഷമൊക്കെ കഴിയുമ്പോൾ അവർ വിചാരിക്കും എനിക്കിനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞാനിതെല്ലാം മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വരും. അപ്പോഴായിരിക്കും അവർക്ക് രണ്ടാമതൊരു അറ്റാക്ക് വരുന്നത്. അപ്പോൾ
അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൺസ് ഒരു സ്ട്രോക്ക് വന്നാൽ അത് ജീവിതകാലം മുഴുവനും ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. അതിശക്തമായ ഛർദ്ദലോട് കൂടിയുള്ള തലവേദന ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണോ? അങ്ങനെ ചോദിച്ചാൽ സാധാരണ തലവേദന വന്നിട്ട് സ്ട്രോക്ക് വരുന്നത് ബ്ലീഡിങ് വരുമ്പോഴാണ്. ഭയങ്കരമായിട്ടുള്ള തലവേദന, പെട്ടെന്ന് വരുന്ന തലവേദന, അതിൻ്റെ കൂടെ ഛർദ്ദിക്കുക, അത് സാധാരണ ബ്ലീഡിങ് വരും. ഹെമറാജിക് സ്ട്രോക്കാണ്, അതായത് ഇൻട്രാസെറിബ്രൽ ബ്ലീഡോ, അതാണ് നമ്മൾ ആദ്യമായിട്ട് വിചാരിക്കുന്നത്. സാധാരണ ഇസ്കെമിക് സ്ട്രോക്കിൽ തലവേദന റെയറാണ്, അൺലെസ് വലിയ ഇൻഫാക്റ്റ് ആണെങ്കിൽ, വലിയൊരു സ്ട്രോക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ബ്രെയിൻ സ്റ്റെം ലൈക്ക് പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്കിൽ തലവേദന വരാറുണ്ട്. സാധാരണ അങ്ങനെയാണ്. തലവേദന വരുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ബ്ലീഡിങ് ആണോ എന്നുള്ളതാണ്. സബറക്നോയിഡ് ബ്ലീഡ്, തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. പെട്ടെന്ന് തലവേദന ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്നുണ്ടാവുന്ന തലവേദന, സിവിയർ ലൈക്ക് ഭയങ്കര ഒരു അക്യൂട്ട് സിവിയർ തലവേദന വരുന്നത് സബറക്നോയിഡ് ബ്ലീഡിൻ്റെ അല്ലെങ്കിൽ ഇൻട്രാസെറിബ്രൽ ബ്ലീഡിൻ്റെ ലക്ഷണമാണ് ഇസ്കെമിക് സ്ട്രോക്കിനേക്കാളും. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു പ്രായപരിമിതിയിൽ ഇപ്പോൾ 30 years 30 വയസ്സ് കഴിഞ്ഞ ഉടനെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ സിംറ്റംസ് വരുന്നു. അതെന്തുകൊണ്ടാണ് അത് അത്ര ഒരു ഏർലി ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണപ്പെടുന്നത്? സാധാരണഗതിയിൽ 30 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് കൂടുതലും ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടൊക്കെ കാണാറുണ്ട്. അതിനും ചെറിയ കുട്ടികൾക്ക് വരെ വരാം, യങ് ഏജിൽ തന്നെ വരാം. അതിന് വളരെ കുറേ കാരണങ്ങളുണ്ട്. ഈ അഡൾട്ട്സിൽ വരുന്നതിനേക്കാളും കുറച്ച് വേറെ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ കുട്ടികൾക്ക് വരുന്നത്. കുട്ടികൾക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ടാവും, ജന്മനാലേ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടികൾ, അതൊക്കെയാണ്. പിന്നെ കുറേ ബ്ലഡിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാം, ഈ പ്രോത്രോംബോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ SLE അങ്ങനത്തെയൊക്കെയുള്ള വാസ്കുലൈറ്റിസ്, അങ്ങനത്തെ റെയർ ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട്, അതുപോലെ ഈ ലുക്കീമിയ അങ്ങനത്തെയൊക്കെ മാലിഗ്നൻസിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് വരാം. ഇപ്പോൾ യങ് ഏജിൽ നമ്മൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം റെയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, കുറേ അഡൾട്ട്സിലെ പോലെയല്ല, വേറെ വേറെ ബ്ലഡിലെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ മേജർ കോസ് ഓഫ് സ്ട്രോക്ക് എസ്പെഷ്യലി യങ്ങർ ഏജിൽ നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ, പെട്ടെന്ന് ചെയ്യുമ്പോൾ ഡിസെക്ഷൻ വരാം. ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം രക്തക്കുഴലിന്, മേജർ രക്തക്കുഴലിന് പെട്ടെന്ന് ഒരു ഫ്ലാപ്പ്, പെട്ടെന്ന് തല തിരിക്കുകയോ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ആ ഒരു ഫ്ലാപ്പ് എന്താ പറയുക, അതിൻ്റെ വോള് കുറച്ച് അകത്തോട്ട് തള്ളിയിട്ട് ഡിസെക്ഷൻ എന്ന് പറയും. അപ്പോൾ അതിലോട്ടുള്ള രക്തപ്രവാഹം കോംപ്രമൈസ്ഡ് ആവുകയും അങ്ങനെ മേജർ സ്ട്രോക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് യങ് ഏജിലാണ് കൂടുതൽ അത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം യങ്ങർ ഏജിൽ ഇതെല്ലാം കോമൺ ആണ്. പിന്നെ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് ഈ അഡൾട്ട്സിനെ പോലെയുള്ള കുറച്ച് അവരുടെ ജീവിതശൈലി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. ലൈക്ക് സ്മോക്കിംഗ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതെല്ലാം കോമൺ ആണല്ലോ യങ്ങർ ഏജിൽ തന്നെ. സാധാരണഗതിയിൽ ഇത് കൂടുതലും ഉണ്ടായിരുന്നത് ജെൻസ്, അതായത് ആണുങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലും സ്ത്രീകളിലും കാണപ്പെടുന്നുണ്ട് ഈ ഒരു അസുഖം. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നേരത്തെ ലൈക്ക് നമുക്കൊരു ആർത്തവ വിരാമം കഴിയുന്നവരെ, ലൈക്ക് മെനോപോസ് ആവുന്നവരെ ചെറിയൊരു പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്കുണ്ട്. ലൈക്ക് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്ട്രോക്കിൻ്റെ റിസ്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും സെയിം ആണ്. പക്ഷേ ഇപ്പോൾ ഈ ജീവിതശൈലി മാറിയതോടുകൂടി, പണ്ട് നമുക്കറിയാം സ്ത്രീകൾ കൂടുതലും നല്ലപോലെ എക്സസൈസ്, ലൈക്ക് അവർക്ക് നല്ലപോലെ വ്യായാമം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, കൂടുതൽ പുരുഷന്മാരെ പോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അത് ജീവിതശൈലി നല്ലപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒരു റീസണാണ്. പിന്നെ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഒക്കെ സ്ത്രീകളിലും ഒരുപോലെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ കാണുന്നത് സ്ത്രീകളിലിപ്പം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ സ്ത്രീകളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർ മെഡിക്കൽ അറ്റൻഷൻ കാര്യമായിട്ട്, ഇപ്പോൾ ചെറിയൊരു TIA വന്നു, മേ ബി അവരത്രയും ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കുമോ ഇപ്പോഴും എന്ന് എനിക്കറിയില്ല. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും അവർക്ക് വരുമ്പോൾ അത് സിവിയർ, അതുപോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ എത്രമാത്രം കൺട്രോൾ ചെയ്ത് വയ്ക്കും എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം വരുമ്പോൾ അവർക്കൊരു മേജർ